അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ മുന്നേ ഒരു നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിലൊരുപാട് കമൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായി ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ നബിദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, ആഘോഷിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ള. ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാത്രി PM വന്നിട്ട് കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചു, ഇത് അള്ളാന്റെ റസൂലോ അല്ലെങ്കിൽ സ്വഹാബത്തോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും ഇവര് ചോദിക്കുന്ന ചോദ്യം കേട്ട് കഴിഞ്ഞാൽ സത്യം നമുക്ക് തോന്നിപ്പോകും. നമ്മൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഈ വിഷയത്തിൽ ഖുർആൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖുർആനേക്കാൾ മറ്റൊരു തെളിവ് നമുക്ക് വേറെ ഇല്ലല്ലോ. ഖുർആൻ എന്താ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ഫദൽ കൊണ്ടും അവർ സന്തോഷിക്കട്ടെ. ഈ അവർ സന്തോഷിക്കട്ടെ എന്നതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാരെ പറഞ്ഞു വെച്ചത്, അള്ളാഹുവിന്റെ ഖുർആനും ഇസ്ലാമും അതുപോലെ മറ്റുള്ള അനുഗ്രഹങ്ങൾ, ഹലാലായ മാർഗത്തിലുള്ള മറ്റുള്ള അനുഗ്രഹങ്ങൾ എന്തുമാവട്ടെ, അങ്ങനെ വന്നെത്തി കഴിഞ്ഞാൽ അവര് സന്തോഷിക്കട്ടെ എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് അനുവാദം നൽകുകയാണ്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആയത്ത് ഏതാ? വമാ അർസൽനാകില്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകരിക്കുള്ള റഹ്മത്തായിട്ടല്ലാതെ നബിയെ അങ്ങേ അയക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഏറ്റവും വലിയ റഹ്മത്ത് ആരാ? മുത്തുനബിയാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കം നമുക്കില്ലല്ലോ. അള്ളാഹു യൂനുസ് എന്താ പറഞ്ഞത്? റഹ്മത്ത് വന്നെത്തിയാൽ നിങ്ങൾ സന്തോഷിച്ചോളി. ഇനി നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു നമ്മളോട് പറയുന്നു റഹ്മത്ത് വന്നെത്തിയാല് സന്തോഷിച്ചോളി എന്ന്. എന്നാൽ ഇവിടുത്തെ സലഫികള്, മൗദൂദികള്, മറ്റു ബിദഅത്തിന്റെ കക്ഷികളോ? അത് പാടില്ല, അത് ശിർക്കാണ്, അത് ബിദഅത്താണ്. അള്ളാഹ് പറയുന്നത് കേൾക്കണോ അതോ ഈ നാട്ടിലെ സൽഫികൾ പറയുന്നത് കേൾക്കണോ? നമ്മൾ സ്വയം ചിന്തിക്കുക, എന്താ വേണ്ടത്? നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? ഇസ്ലാമില് നബിദിനത്തിൽ തെളിവായിട്ടാണ് ഈ ആയത്തുകൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ആയത്ത് അള്ളാന്റെ റസൂലോ സഹാബത്തോ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അള്ളാന്റെ പേരിലോ അള്ളാന്റെ റസൂലിന്റെ പേരിലോ ഒരാൾ കള്ളം കെട്ടിച്ചമച്ചാല് അവന് നരകത്തിലെ ഒരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പഠിച്ചിട്ട് മാത്രം പറയാം. ഒരായത്തിനെ കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളത് ചെറിയ സംഗതിയല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരൻ, എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മളായിട്ട് ഇനി ഒന്നും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല സുഹൃത്തെ. അതാണ് ഞാൻ മറ്റൊരു മുന്നേ വീഡിയോ ചെയ്തപ്പോൾ ഒരു ഹദീസ് കൊണ്ടുവന്നത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ലഹു ഫഹുവ റദ്ദ്. തള്ളപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥമായ സത്യം, ഹക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.